തൃശൂർ പാഞ്ഞാൾ ചേലക്കരയിൽ മുങ്ങിമരിച്ച കുടുംബാംഗങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് മരിച്ച 4 പേരുടെയും ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. ചെറുതുരുത്തി സ്വദേശി കബീർ, ഭാര്യ ഷാഹിന, മകൾ സെറ, ഷാഹിനയുടെ സഹോദരി പുത്രൻ ഫുവാത്ത് എന്നിവരാണ് ഭാരതപ്പുഴ ശ്മശാനം കടവിൽ വെച്ച് മുങ്ങിമരിച്ചത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെ നടന്ന അപകടത്തിൽപ്പെട്ട 4 പേരുടെയും മൃതദേഹം 3.5 മണിക്കൂറിലേറെ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. ഫയർഫോഴ്സിന്റെ വടക്കാഞ്ചേരി, ഷൊർണൂർ യൂണിറ്റുകളും 9 അംഗ സ്കൂബ ഡൈവേഴ്സും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. അടിയിൽ ചെയറും നെറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ പ്രവർത്തനം വളരെ റിസ്കിയാണ്. ഒരു ചുഴി പോലത്തെ ഒരു പോർഷനാണ്. ഇതിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ ഭാഗം പഴയ ഒരു തടയണ ആയിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഒഴുക്കിനേക്കാൾ ഉപരി അവിടെ ഒരു ചുഴി പോലെയുള്ളൊരു വിഷയമുണ്ട്, അതാണ് വിഷയം. ശരി. ചെറുതുരുത്തി സ്വദേശിയായ കബീറും ഭാര്യ ഷാഹിനയും മകളും സഹോദരീ പുത്രനും ഇന്നലെ മറ്റു ബന്ധുക്കൾക്കൊപ്പമാണ് പൈങ്കുളം ശ്മശാനക്കടവിലെത്തിയത്. പുഴയോരത്ത് വൈകുന്നേര സമയം ചെലവിടുന്നതിനിടയിൽ പുഴയിലേക്കിറങ്ങിയ സെറ അപകടത്തിൽപ്പെട്ടു. തൊട്ടുപിന്നാലെ വെള്ളത്തിൽ വീണ കുട്ടിയെ രക്ഷിക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചതാണ് അപകടത്തിന്റെ വ്യാപ്തി വലുതാക്കിയത്. പെട്ടെന്ന് വിളിച്ചു, വെള്ളത്തിൽ പെട്ടെന്ന് പറഞ്ഞു. നമുക്ക് ലേശം നമുക്ക് തന്നെ നീന്തക്കറിയാം, അതുകൊണ്ട് നമ്മൾ ഓടി വന്ന് രക്ഷിക്കാൻ പറ്റും, കൂടെ കൂടിയെന്ന് മാത്രം. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇറങ്ങിയെടുത്തു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ ആരംഭിച്ച തെരച്ചിൽ രാത്രി 8:30യോടെയാണ് പൂർത്തിയാക്കിയത്. MLA UR പ്രദീപും കളക്ടർ അർജുൻ പാണ്ഡ്യനും ഇടപെട്ട് ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് രാത്രി തന്നെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇന്ന് രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തും. നടപടികൾ പൂർത്തിയാക്കി വേഗത്തിൽ മൃതദേഹം വിട്ടുനൽകാനാണ് ഇരുവരും ആശുപത്രി അധികൃതർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് മലയാളം, തൃശൂർ.